അകന്നു പോകുന്ന കപ്പലിനെ നോക്കി തുറമുഖത്ത് നിരന്നു നിന്ന മക്കൾ കരഞ്ഞു. അവരുടെ കണ്ണീർ വീണ് ഉഷ്ണിക്കുന്ന പൂഴി നനഞ്ഞു. ക്രമേണ സമുദ്രത്തിൻ്റെ അപാരതയിൽ ചക്രവാളത്തിനുമപ്പുറം കപ്പൽ മാഞ്ഞില്ലാതെയായി. The religious teachers and the Pharisees brought in a sinful woman. Say like this. The religious teachers and the Pharisees brought in a sinful woman. Repeat. The religious teachers and the Pharisees brought കൊളോണിയൽ വാഴ്ചയുടെ മായാത്ത കാൽപ്പാടുകളാണ് കൊല്ലം തങ്കശ്ശേരി തീരത്ത്. സാഹസികതയും വഞ്ചനയും വ്യാപാരവും ആർത്തിയും നിറഞ്ഞ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ചരിത്ര വഴികളിൽ തങ്കശ്ശേരി കോട്ടയും പരിസരവും പോയ കാലത്തിന്റെ കണ്ണാടിയായി നിലകൊള്ളുന്നു. പുതിയ തീരവും പുതിയ നാടും വെട്ടിപ്പിടിക്കാനെത്തിയ പോർച്ചുഗീസുകാരാണ് ആദ്യം ഈ സംസ്കാരത്തെ കീഴ്പ്പെടുത്തിയത്. ഡോം മാനുവൽ എന്ന പോർച്ചുഗീസ് രാജാവ് നാവികർക്കും പട്ടാളക്കാർക്കും കീഴടക്കിയ ദേശത്തെ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ അനുമതി നൽകി. പറങ്കികൾക്ക് പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും കേരള നാട്ടിലെത്തി. ഇവിടുത്തെ സ്ത്രീകളിൽ അവർക്കുണ്ടായ കുട്ടികളുടെ അനന്തര തലമുറക്കാരാണ് ഇന്നും കൊളോണിയലിസത്തിന്റെ തിരുശേഷിപ്പുകളായി ഇവിടെ തങ്കശ്ശേരി പോലുള്ള ഒറ്റത്തുരുത്തുകളിൽ ജീവിക്കുന്നത്. സങ്കര സംസ്കാര ജീവിതത്തിൽ സ്വത്വം കണ്ടെത്താനാവാതെ പോയ സംവത്സരങ്ങളുടെ സങ്കടങ്ങൾ ഇന്നും ഇവരുടെ വാക്കുകളിലുണ്ട്. Anglo-Indians, there's a saying, an old, very old saying. The Anglo-Indians are, I can tell you. The Anglo-Indians are the living monuments of English adultery in India. That's why they look upon us like that. ഇന്ന് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് പഴയ കെട്ടുറപ്പില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഇവർക്ക് പ്രത്യേക പദവികളില്ല. ഗതകാലത്തിന്റെ അടയാളങ്ങളായി ഇങ്ങനെ കഴിയുമ്പോൾ അവരുടെ ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം തികച്ചും നിർവികാരമാണ്. Even though they go to Australia, they're still known as blacks. They are not known as Australians. 1661 ഡച്ചുകാർ തങ്കശ്ശേരി പിടിച്ചടക്കി. അപ്പോൾ പോർച്ചുഗീസുകാരെ പുറത്താക്കി. അപ്പോൾ ഈ ആംഗ്ലോ ഇന്ത്യൻസിൽ ഒരു വിഭാഗം ഈ ഡച്ചുകാരുടെ ശത്രുതയിൽ നേരിടേണ്ടി വന്നതിനാൽ ചവറ, കരുനാഗപ്പള്ളി, പുറക്കാട്, കായംകുളം മുതലായ ദേശങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അവിടെ ആരംഭിക്കുകയുണ്ടായി. കാരണം സമയത്ത് അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വളരെ ചെറിയൊരു വിഭാഗം അവർ തദ്ദേശീയമായ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതുമായി ഇഴുകിച്ചേരാൻ കഴിയാതെ വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർ വിദേശികളാണ് എന്ന നിലപാട് തദ്ദേശീയർ സ്വീകരിക്കുകയും അതിന് ഫലമായിട്ട് അവർക്ക് തദ്ദേശീയമായ ജനവിഭാഗവുമായി ലയിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നമുണ്ട്. ഇത് മുഖ്യമായും ഇവരുടെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായ വിധത്തിലേക്ക് വളർന്നു വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം തങ്കശ്ശേരി പോലുള്ള പ്രദേശങ്ങളിലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവർ മറ്റ് രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം കുടിയേറുന്ന സാഹചര്യം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്കശ്ശേരിയിലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, എണ്ണത്തിൽ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കാലത്ത് തങ്കശ്ശേരി കടപ്പുറം യൂറോപ്യൻ നഗരജീവിതത്തെ അനുസ്മരിപ്പിച്ചിരുന്നു. സൂട്ടും കോട്ടും വാക്കിംഗ് സ്റ്റിക്കും ചിരിയും ചിന്തയുമായി വെടിപ്പുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു കൂട്ടം മലയാളികൾ, മാമോദീസ മുതൽ മരണം വരെ തുടരുന്ന പാശ്ചാത്യ സമ്പ്രദായങ്ങൾ, രാവെളുക്കുവോളം നീളുന്ന ആഘോഷ നിശകൾ. തങ്കശ്ശേരി ഒരു കാലത്ത് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന്റെ ഉത്സവ കേന്ദ്രമായിരുന്നു.
കാലം ചെന്നപ്പോൾ ആഘോഷങ്ങൾക്ക് നിറം മങ്ങി. ആംഗ്ലോ ഇന്ത്യക്കാർ എണ്ണത്തിൽ ചുരുങ്ങിയപ്പോൾ ഇതര ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള വിവാഹ ബന്ധം സാർവത്രികമായി. Because of the minority population of Anglo-Indians, there's always mixed marriages between Anglo-Indian and other communities also. So there is no much of difference. Otherwise, if it's purely an Anglo-Indian marriage, then we have the bridal dress and we have the bride has a trousseau, then flower girls and bridesmaids and best men, and there's a lot of, that's called, the whole thing is called a long procession behind her. Then she has a beautiful bridal dress with a long trail like Lady Diana's. ഇനി ഇങ്ങനെയൊരു സമുദായം ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. Then of course we have the special kind of dishes like a pork vindaloo, duck roast, turkey roast. For special functions we have, like for special feasts. Now I remember during when my grandmother was living, she was very particular that she must have, what is that, dumpling stew for Christmas. So for special functions we make dumpling stew, which is something made with rice flour and meat balls. So then the pork vindaloo, all these things were then special kind of fish curry. So these are all some of the dishes which we still pass down, of course not in all its purity. ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന്റെ പുതിയ തലമുറയിൽ യൂറോപ്യൻ രീതികളൊന്നും അധികമില്ല. അവരിന്ന് മറ്റെല്ലാവരെയും പോലെ അതിജീവനത്തിന്റെ തത്രപ്പാടിലാണ്. I remember during my early days, younger days, our grandparents used to talk Portuguese. Then later my father used to talk Malayalam mixed with Portuguese. Now we have few words which we use locally in our families gatherings and things like chuchi, titti. Chuchi I think is elder sister. Titti is some uncle. Then kumpadri. Some words like that are still kopa, piris, kalusam, chapat. These are all some of the Portuguese words that have been passed down, which is still used today. Previously, when you walk around the roads of Tangusari, you could hear nothing but English. But now the situation is totally different. Anybody who goes around the roads of Tangusari, anyone who goes to the market, even people at the market, they used to speak English. English was so popular in Tangusari. But in the last 2 decades or so, that has died down. For the cultural heritage of the Anglo-Indians, they were following almost everything which has been followed by the Dutch, the Portuguese, the English. Every function of theirs was also in line with the functions which have been held by these European nations. ന്യൂനപക്ഷ സമുദായം എന്ന നിലയിലുള്ള പരിരക്ഷയല്ലാതെ മറ്റു സംവരണാനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല. 2 സ്കൂളുകൾ തങ്കശ്ശേരിയിൽ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൻ്റെതായുണ്ട്. മൗണ്ട് കാർമൽ സ്കൂൾ ശതാബ്ദി പിന്നിട്ടു. 150 വർഷമായി ഈ സ്കൂളിൽ ഒരേ യൂണിഫോമാണ്. ഒരു കാലത്ത് ആംഗ്ലോ ഇന്ത്യൻ സമൂഹം മാത്രമേ ഇവിടെ അധ്യാപകരായിരുന്നിട്ടുള്ളൂ. ഇപ്പോൾ ആ സ്ഥിതി മാറി. പക്ഷേ ഇന്നും മൗണ്ട് കാർമൽ പേരുകേട്ട സ്കൂളാണ്. പൊതുവെ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ്. പരമ്പരാഗത തൊഴിലുകൾ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇവർക്ക് മറ്റു മാർഗങ്ങൾ കണ്ടെത്തിയേ മതിയാവും. പഠിച്ചു വളരാനുള്ള ഭൗതിക സൗകര്യങ്ങൾ കുറവാണ്. Years ago, we had Anglo-Indian teachers. At present, even primary and KG we have, because we like to have in KG and primary to get the correct English accent to learn. Then we had Anglo-Indian teachers, but at present we have very few Anglo-Indian teachers. ചരിത്ര സ്മാരകങ്ങളുടെ കാര്യത്തിൽ സ്വർണ്ണ നഗരമാണ് തങ്കശ്ശേരി. തങ്കശ്ശേരി ആർച്ചിൽ നിന്ന് തുടങ്ങുക. ബ്രിട്ടീഷ് അധീനതയ്ക്ക് നടുവിൽ ഒരു കൊച്ചു പോർച്ചുഗീസ് രാജ്യം. ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയപ്പോഴും തങ്കശ്ശേരി പോർച്ചുഗീസ് കോയ്മയിൽ ഒറ്റപ്പെട്ടു നിന്നു. തങ്കശ്ശേരി കോട്ട ഇന്ന് പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. 1902 സ്ഥാപിതമായ ലൈറ്റ് ഹൗസിന് 144 അടി ഉയരമുണ്ട്. പക്ഷേ ചരിത്രം തന്നെ ചവറ്റുകുട്ടയായ അവസ്ഥയിലാണ് ഈ സ്മാരകങ്ങൾ. Otherwise, Tangusari was famous. It was a small port, and that also disappeared. And now we have the breakwater which has come up, where ships started once again coming in. And overall, we find a lot of changes have taken place. Even when you walk down the streets of Tangusari, you find 10 houses in the place of one house. ഇനി തങ്കശ്ശേരി ശ്മശാനത്തിലേക്ക് പോകും.
ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന്റെ മാത്രമല്ല, കീഴടക്കാൻ വന്നവരുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലറകൾ നിറഞ്ഞ ശ്മശാനം. ഇന്നിത് പുരാവസ്തു സംരക്ഷണ വകുപ്പിന്റെ കീഴിലാണ്. പക്ഷേ ശ്മശാനം ഭൂമിയില്ലാത്ത കുറേയേറെ പേരുടെ കിടപ്പാടമായി തീർന്നിരിക്കുന്നു. വിദേശികളായ ആത്മാക്കളോടൊപ്പം ശ്മശാനത്തിൽ കഴിയുന്നവർക്കറിയാം ഇവിടത്തെ വാസം ശാശ്വതമല്ലെന്ന്. 44 കൊല്ലമായി ഇതുപോലെ തന്നെ കിടക്കുക, യാതൊരു മാറ്റമില്ല. അങ്ങനെ വരുമ്പോൾ വീട് വയ്ക്കുമ്പോൾ ഇത് മൊത്തം ഓറ്റയും വളർന്ന് കിടന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീട് വെച്ചത്. വീട് വെച്ച് അത് ഗവൺമെൻറ് സ്ഥലമാണ്. നമ്മൾ വീട് വെച്ചിരിക്കുന്നില്ലേ, അത് ഗവൺമെൻറ് സ്ഥലമാണ്. ഇങ്ങോട്ട് ഇച്ചിക്കൂടെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് പോർട്ടീസുകാരുടെ വക, ഇവരുടെ സ്ഥലം. അത് ഈ കാണുന്നതെല്ലാം cemetery തന്നെ, അവരുടെ cemetery തന്നെ. Archaeological department say that they are preserving it. I do not know how they are going to do it, how they will be able to manage it, because much of the area happens to be occupied by people who have been staying there. ഖുഷ്വന്ത് സിംഗ് പറഞ്ഞത് തന്നെ യൂറോപ്യന്മാരുടെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവരാണ് ആംഗ്ലോ ഇന്ത്യൻ സമൂഹം എന്നാണ് പ്രശസ്ത പത്രപ്രവർത്തനായ ഖുഷ്വന്ത് സിംഗ് തന്നെ നേരത്തെ ഒരു കാലഘട്ടത്തിൽ അഭിപ്രായപ്പെട്ടുള്ളത്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. എണ്ണത്തിൽ കുറവാണ് പാഴ്സികൾ ഇന്ത്യക്കകത്ത് വംശനാശം സംഭവിക്കുക എന്നതുപോലെ വംശനാശം നേരിടുന്ന കേരളത്തിലെ ജനവിഭാഗം ആണ് ആംഗ്ലോ ഇന്ത്യൻ. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളെല്ലാം ഇതുപോലെ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അസ്തമയത്തിനപ്പുറം പുതിയൊരു ഉദയം കാണാൻ ഇനിയും ഈ തീരത്ത് കാത്തിരിപ്പിനില്ലെന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രവാസത്തിന്റെ കണ്ണികൾ മുറിയുന്നതേയില്ല.